എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തിയുമായുള്ള ജീവിതം നിലനിൽപ്പുള്ള ഒരു ജീവിതമായിരിക്കുമെന്നതിനെക്കുറിച്ചാണ്. ഇഷ്ട വ്യക്തിയെ മനസ്സിലോർത്തൊരു ഫയൽ തിരഞ്ഞെടുക്കുക, അതിനുശേഷം വീഡിയോ തുടർന്ന് കാണുക. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ഫയലായ പേന ഫയലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് പോകാം. ആ വ്യക്തിയോടൊപ്പമുള്ള ജീവിതം ഒരു നിലനിൽപ്പുള്ള ജീവിതമായിരിക്കുമോ? ജീവിതത്തിൽ നിങ്ങൾ കണ്ട അപൂർവം ചില ആളുകളിൽ നിങ്ങളെ ആകർഷിച്ച, നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ആ വ്യക്തി. ആ വ്യക്തിയുടെ നിലപാടുകളാണ് നിങ്ങളെപ്പോഴും ആ വ്യക്തിയിലേക്ക് അടുപ്പിച്ചത്. ഓരോ കാര്യത്തിനും ആ വ്യക്തി സ്വീകരിച്ച നിലപാടുകൾ, ഓരോ കാര്യത്തിനും ആ വ്യക്തി അനുവർത്തിച്ച രീതികൾ, അത് നിങ്ങളെ ആ വ്യക്തിയിലേക്ക് ആകർഷിച്ചിരുന്നു. തൻ്റെ നിലപാടുകളിലൂടെ പ്രശംസ പിടിച്ചു പറ്റിയൊരു വ്യക്തിയാണ് ആ വ്യക്തി. തനിക്ക് ഒന്നുമില്ലെങ്കിലും തൻ്റെ നിലപാട് മറ്റുള്ളവരിൽ ആകർഷണമുണ്ടാക്കി. അതാണ് ആ വ്യക്തിയുടെ ജീവിതം. അങ്ങനെയാണ് നിങ്ങളും ആ വ്യക്തിയിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. ആ വ്യക്തി നീതിക്കും ന്യായത്തിനും അനുസൃതമായിട്ട് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. താൻ ചെയ്യുന്ന ജോലി ഉത്തരവാദിത്തത്തോടെ നിർവഹിക്കുന്നതിൽ എപ്പോഴും ആ വ്യക്തി പ്രതിജ്ഞാബദ്ധമായിരുന്നു. ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങളും വളരെ നിർണായകമാണ്. ആ വ്യക്തിക്ക് അറിവുകളുണ്ടായിരുന്നു, ആശയങ്ങളുണ്ടായിരുന്നു, ഉപായങ്ങളുണ്ടായിരുന്നു. പക്ഷേ അവ പ്രാവർത്തികമാക്കിയത് അല്ലെങ്കിൽ പ്രാവർത്തികമായത് നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. നിങ്ങൾ ആ വ്യക്തിക്ക് നൽകിയ പിന്തുണ, നിങ്ങൾ ആ വ്യക്തിക്ക് നൽകിയ കരുത്ത്, അതിലൂടെ ആ വ്യക്തി തൻ്റെ അന്തർലീനമായ കഴിവുകളെ ഉണർത്തി. അങ്ങനെ ആ വ്യക്തിക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിച്ചു. ആ വ്യക്തിയും നിങ്ങളും തമ്മിൽ ഒരുമിച്ചില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്കോ ആ വ്യക്തിക്കോ ഒരു കൃത്യമായ നിലനിൽപ്പുള്ളൊരു ജീവിതം ഉണ്ടാവുകയില്ലായിരുന്നു. അങ്ങനെ ഈശ്വരൻ, നിങ്ങളുടെ പ്രപഞ്ചശക്തി, നിങ്ങൾ വിശ്വസിക്കുന്ന പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് വകവെച്ച് തന്നത് തന്നെയാണ് ആ വ്യക്തി. അതിന് തെളിവുണ്ട്. അത് തന്നെയാണ് അതിൻ്റെ കാര്യങ്ങൾ. നിങ്ങൾക്ക് ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധം ആരംഭിക്കുന്നത് തന്നെ ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ പഠന സ്ഥലത്തോ ഉള്ള ഒരു ബന്ധം വഴിയാണ്. അതുവഴി ആ വ്യക്തിയും നിങ്ങൾ ഒരുപക്ഷെ ഒരേ മേഖലയിൽ ജോലി ചെയ്തവരാകാം, ഒരേ ക്ലാസ്സിൽ പഠിച്ചവരായിരിക്കാം, അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനവുമായി ബന്ധപ്പെട്ടോ മറ്റോ നിങ്ങൾ ആ വ്യക്തിയെ പരിചയപ്പെട്ടതാകാം. ഏതായാലും ആ വ്യക്തിയുമായിട്ട് നിലനിൽപ്പുള്ള, നീതിയുള്ള അല്ലെങ്കിൽ പ്രതീക്ഷയുള്ള ഒരു ജീവിതം നിങ്ങൾക്കുണ്ടാവും. തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത് ആ വ്യക്തിയുടെ മാന്യത കൊണ്ടും ആ വ്യക്തിയുടെ നയം കൊണ്ടും ആദർശശുദ്ധി കൊണ്ടുമാണ്. ഒരുപാട് ഘടകങ്ങൾ നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ അകറ്റാനുണ്ടായിരുന്നു. പക്ഷേ അതിനെല്ലാം തോൽപ്പിച്ചുകൊണ്ട് നിങ്ങളെ സ്വീകരിച്ചത്, നിങ്ങളെ ഇഷ്ടപ്പെട്ടത് ആ വ്യക്തിയുടെ ആ മൂല്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിലനിൽപ്പുള്ളൊരു ജീവിതമായിട്ട് അതിനെ മാറാൻ കഴിയും. അടുത്തതായിട്ട് വിമാനത്തിൻ്റെ ചിത്രം ഫയലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് പോകാം. എപ്പോഴും ഉയർച്ച ജീവിതത്തിൽ സ്വപ്നം കണ്ട ഒരു വ്യക്തിയായിരുന്നു നിങ്ങൾ. ജീവിതത്തിൽ എവിടെയും ഉയരണം, ജീവിതത്തിൽ മുന്നേറ്റങ്ങൾ ഉണ്ടാകണം, ജീവിതത്തിൽ കരുത്തോടെ മുന്നോട്ട് പോകണം, ജീവിതം നൽകുന്ന പാഠങ്ങൾ പഠിച്ചുകൊണ്ട് ജീവിതത്തിലെ മനസ്സിലുള്ള അഭിലാഷങ്ങൾ കൂടുതൽ കരുത്തോടെ യാഥാർത്ഥ്യമാക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചു. ഒരിക്കലും അവസാനമില്ലാത്ത സ്വപ്നം കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടായിരുന്നു. ഒരിക്കലും സ്വപ്നങ്ങൾ ചെറുതായിട്ട് നിങ്ങൾ കണ്ടിട്ടില്ല. സ്വപ്നങ്ങൾ ഏറ്റവും മൂല്യവത്തായ, ഏറ്റവും തീക്ഷ്ണതയുള്ള, ഏറ്റവും ഇഷ്ടപ്പെട്ട രീതിയിൽ കാണുകയായിരുന്നു നിങ്ങളുടെ ലക്ഷ്യം. ഓരോ സ്വപ്നങ്ങളും, ഓരോ രീതികളും, ഓരോ നിലപാടുകളും നിങ്ങളെ കരുത്തുള്ള ഒരു വ്യക്തിയാക്കി മാറ്റുകയായിരുന്നു. ജീവിതത്തിൽ മറ്റുള്ള ആളുകൾ സ്വപ്നം കാണാത്ത സാഹചര്യത്തിൽ നിങ്ങളെ സ്വപ്നം കണ്ടു. അങ്ങനെ നിങ്ങളുടെ സ്വപ്നത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ സ്വാധീനിച്ച, നിങ്ങളെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി തന്നെയായിരുന്നു നിങ്ങൾ ഇഷ്ടപ്പെട്ട വ്യക്തി. നിങ്ങളെ സ്വപ്നം കാണാൻ പ്രേരണ നൽകിയത്, നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കൊപ്പം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രതീക്ഷകൾക്കൊപ്പം പറന്നുയർന്നത് ആ വ്യക്തിയുടെ സാന്നിധ്യമാണ്. ഒരിക്കലും മറ്റുള്ളവർ നിങ്ങൾ ഓരോ മോഹങ്ങൾ, ഓരോ ആഗ്രഹങ്ങൾ, ഓരോ അഭിലാഷങ്ങൾ പറയുമ്പോൾ പലരും അത് തല്ലിക്കെടുത്താൻ നോക്കി. പക്ഷെ നിങ്ങളുടെ വ്യക്തി അങ്ങനെയല്ല ചെയ്തത്. ഇനിയും ഉയരത്തിലേക്ക് നിങ്ങൾ പറന്നുകൊള്ളാൻ, ഇനിയും ഉയരത്തിലേക്ക് നിങ്ങൾ നോക്കിക്കൊള്ളുവാൻ,
അല്ലെങ്കിൽ അവിടെ എത്താൻ നിങ്ങൾ പരിശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് നൽകിയത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ആ വ്യക്തിയെ സ്വീകരിച്ചത്. ജീവിതത്തിൽ ആഗ്രഹിച്ചത് മുഴുവൻ നേടാൻ നിങ്ങൾക്ക് സാധിക്കില്ല. നിങ്ങൾക്കെന്നല്ല, ഒരു വ്യക്തിക്കും ജീവിതത്തിൽ ആ വ്യക്തി ആഗ്രഹിച്ചതിൻ്റെ മുഴുവൻ നേടാൻ സാധിക്കില്ല. പക്ഷേ നിങ്ങളുടെ ടാർഗറ്റ് വലുതായിരുന്നു, നിങ്ങളുടെ ലക്ഷ്യം വലുതായിരുന്നു. ആ ലക്ഷ്യത്തിലേക്ക് മുഴുവൻ എത്തിയില്ലെങ്കിലും അതിൻ്റെ ഭൂരിഭാഗം നിങ്ങൾ പ്രവേശിക്കും. അങ്ങനെ ജീവിതത്തിൽ ആ വ്യക്തിയെ ലഭിച്ചതുകൊണ്ട് ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും വിജയിക്കാനുള്ള ഒരവസരം കിട്ടും. ഓൾ ടുഗദർ നിങ്ങളുടെ ജീവിതം വിജയിച്ചൊരു ജീവിതമായിരിക്കും. ആ വ്യക്തി നിങ്ങൾക്ക് നൽകുന്ന സ്നേഹവും ആ വ്യക്തി നിങ്ങൾക്ക് നൽകുന്ന ആത്മാർത്ഥതയും നിങ്ങളെ ഒരുപാട് മേഖലകളിലേക്ക് എത്തിക്കും. ആ വ്യക്തി നൽകുന്ന ആത്മവിശ്വാസമാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കരുത്തേക്കാൻ പോകുന്നത്. നിലനിൽക്കുകയും അത് മുന്നേറുകയും ചെയ്യും. ഒരുപക്ഷെ ചില കാലങ്ങളിൽ ചില താഴേക്കിറങ്ങലുകളുണ്ടെങ്കിലും ജീവിതത്തെ മൊത്തത്തിൽ നോക്കുമ്പോൾ അത് നിലനിൽക്കുന്നൊരു ജീവിതമാണ്. സാങ്കേതിക വിദ്യയും ശാസ്ത്രവും അത്യാധുനിക സൗകര്യങ്ങളും അത്യാധുനിക നിലപാടുകളും ഒക്കെയുള്ള ഒരു നല്ല ഒരു അപ്പർ ക്ലാസ് ജീവിതം നിങ്ങൾക്ക് ലഭിക്കും. ആ വ്യക്തിയോടൊപ്പം നിലനിൽക്കാൻ കഴിയും. പുതിയ പുതിയ മേഖലകളിലേക്കും പുതിയ പുതിയ ആശയങ്ങളിലേക്കൊക്കെ പോകാൻ നിങ്ങൾക്ക് അതിലൂടെ സാധിക്കും. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.